നമ്മുടെ മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ ബാലതാരങ്ങളായി എത്തി പിന്നീട് മലയാളത്തിലെ അറിയപ്പെടുന്ന നായികമാരായി മാറിയ നടീനടന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഉദാഹരണത്തിന് ബേബി ശാലിനി ബാലതാരമായി വന്ന് പിന്നീട് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നായികയായി മാറി. ഇതുപോലെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോയ ചില വേഷങ്ങളിൽ ബാലതാരങ്ങളായി എത്തിയ നടിമാർ പിന്നീട് മലയാളത്തിലെ അറിയപ്പെടുന്ന നായികമാരായിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കമലിന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു പൂക്കാലം വരവായി. ജയറാം, ബേബി ശാമിലി, സുനിത, ഗീത, മുരളി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയിലെ ബേബി ശാമിലിയെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. ശാമിലിയുടെ കൂട്ടുകാരികളായി ഒരുപാട് പെൺകുട്ടികളെ കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ സീറ്റിലിരിക്കുന്ന കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മലയാളത്തിലെ ഒരു പ്രമുഖ നായികയാണ്. ആരാണെന്ന് മനസ്സിലായോ? ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായി നമ്മൾ കാണുന്നത് മലയാളത്തിലെ പ്രമുഖ നായിക കാവ്യ മാധവനെയാണ്. റോയ് തോമസിന്റെ സംവിധാനത്തിൽ 1994 പുറത്തിറങ്ങിയ ജഗദീഷ് സിദ്ദിഖ് സിനിമയായിരുന്നു പാവം അയ്യേ അയ്വാച്ചൻ. ഈ സിനിമയിൽ ഇന്നസെന്റിന്റെ മകളായി അഭിനയിച്ചതും കാവ്യ മാധവനാണ്. മാത്രമല്ല 1992 പുറത്തിറങ്ങിയ മയിൽപീലി എന്ന സിനിമയിലും കുട്ടി കാവ്യ മാധവൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയാവുന്നതുവരെ ഒരാൾ മാത്രം, അഴകിയ രാവണൻ, ഭൂതക്കണ്ണാടി തുടങ്ങിയ ഏതാനും ചില സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ കാവ്യ മാധവൻ അഭിനയിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാവ്യ മാധവൻ ദിലീപിന്റെ നായികയായി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുന്നത്. പൂക്കാലം വരവായിൽ കാവ്യ മാധവൻ മാത്രമല്ല, മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നായികയും ഈ സീനിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. നോക്കൂ, ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മറ്റാരുമല്ല, നമ്മുടെ ദിവ്യ ഉണ്ണിയാണ്. 1987 പുറത്തിറങ്ങിയ നീ എത്ര ധന്യ എന്ന സിനിമയിലൂടെയാണ് ദിവ്യ ഉണ്ണി മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നത്. മാത്രമല്ല 1993 പുറത്തിറങ്ങിയ ഏഷ്യയിലെ തന്നെ ആദ്യ ലൈവ് ആക്ഷൻ ആനിമേഷൻ സിനിമയായ ഓ ഫാബി എന്ന മലയാള സിനിമയിലും ദിവ്യ ഉണ്ണി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അതുപോലെ 1993 പുറത്തിറങ്ങിയ സൗഭാഗ്യം എന്ന ജഗദീഷ് ചിത്രത്തിലും ദിവ്യ ഉണ്ണി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. ഹരിഹരന്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങി വിനീത്, മനോജ് കേജൻ, രംഭ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു സർഗം. എന്നാൽ ഈ സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിക്കുന്ന ഈ സ്കൂൾ രംഗത്ത് ഒരു മലയാളത്തിലെ പ്രമുഖ നായിക ഒളിച്ചിരിക്കുന്നുണ്ട്. ആരാണെന്ന് സൂക്ഷിച്ചു നോക്കിയേ. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്കൂൾ കുട്ടികളിൽ ഒരാളായി ഹാജർ പറഞ്ഞുകൊണ്ടിരുന്നത് മലയാളത്തിലെ മികച്ച നായികയായ ഇപ്പോഴും ഒരുപാട് ആരാധകരുള്ള നടി സംയുക്ത വർമ്മയായിരുന്നു. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങി മോഹൻലാൽ, ശോഭന, ബാലൻ കെ നായർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു TP ബാലഗോപാലൻ MA. ഈ സീനിൽ നിൽക്കുന്ന കുട്ടി ആരാണെന്ന് മനസ്സിലായോ? മലയാളത്തിൽ പിന്നീട് വളരെ പ്രശസ്തയായ ഒരു നടിയാണ്. സൂക്ഷിച്ചു നോക്കിയേ. പിന്നീട് മലയാളത്തിൽ പ്രശസ്തമായ ഒരുപാട് വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടി സോന നായരായിരുന്നു ആ കുട്ടി. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കുട്ടിക്കാലത്ത് ഒരുപാട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച നടിയാണ് മീന. PG വിശ്വംഭരന്റെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങി മമ്മൂട്ടി, നെടുമുടി വേണു, സരിത തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു കൊച്ചുകഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിലൂടെയാണ് മീന മലയാള സിനിമയിൽ ആദ്യമായി ബാലതാരമായി അഭിനയിക്കുന്നത്. മമ്മൂട്ടിയുടെ മകൾക്ക് തുല്യമായ റോളിൽ അഭിനയിച്ച ഇതേ മീന തന്നെ മമ്മൂട്ടിയുടെ നായികയായി രാക്ഷസരാജാവിലും മമ്മൂട്ടിയുടെ അമ്മയായി ബാല്യകാല സഖിയിലും അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല 1984 പുറത്തിറങ്ങിയ മനസ്സറിയാതെ എന്ന മോഹൻലാൽ സിനിമയിലും ബാലതാരമായി മീന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. മാമ എന്ന് വിളിച്ച മീന പിന്നീട് ഒരുപാട് സിനിമകളിൽ മോഹൻലാലിന്റെ നായികയാകുകയും സിനിമ വൻ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയ നടിയാണ് ഗീതു മോഹൻദാസ്.
രഘുനാഥ് പാലേരിയുടെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ എന്ന സിനിമയിലെ ദീപ മോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ഗീതു മോഹൻദാസ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയത്. ഗീതു മോഹൻദാസിനെ കൂടാതെ ആശാ ജയറാം, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മോഹൻലാൽ, മുകേഷ്, സുരേഷ് ഗോപി തുടങ്ങിയവർ ക്യാമിയോ റോളിലും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ജോഷിയുടെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ സായം സന്ധ്യ എന്ന സിനിമയിലും നമ്മുടെ കുട്ടി ഗീതു മോഹൻദാസ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേ വർഷം തന്നെ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വീണ്ടും എന്ന സിനിമയിലും ഗീതു മോഹൻദാസ് ബാലതാരമായി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിബി മലയിലിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ രാരീരം എന്ന മമ്മൂട്ടി ചിത്രത്തിലും ഗീതു മോഹൻദാസ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാസിലിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് പൂവിന് പുതിയൊരു പൂന്തന്നൽ. ഹിന്ദി, ബംഗാളി ഭാഷകൾ ഉൾപ്പെടെ ഏകദേശം 6 ഭാഷകളിൽ റീമേക്ക് ചെയ്ത മലയാള സിനിമ കൂടിയാണിത്. നദിയ മൊയ്തു, സുജിത, തിലകൻ, ബാബു ആന്റണി, സുരേഷ് ഗോപി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ കിട്ടു എന്ന ആൺകുട്ടിയുടെ വേഷത്തിലെത്തിയിരുന്നത് സുജിത എന്ന ബാലനടിയായിരുന്നു. അതിനു മുൻപ് തന്നെ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിരവധി സിനിമകളിൽ ഇവർ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. 1984 പുറത്തിറങ്ങിയ പിരിയില്ലെന്നാം എന്ന സിനിമ അതിലൊന്നാണ്. മാത്രമല്ല ബോംബെ, റോജ, ഇരുവർ, തേവർ മകൻ തുടങ്ങിയ സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 1998 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ജയറാം ചിത്രമായ സമ്മർ ഇൻ ബത്ലഹേമിലും ഇവർ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് 2004 പുറത്തിറങ്ങിയ വാണ്ടഡ് എന്ന സിനിമയിലും ഒരു പ്രധാന കഥാപാത്രത്തെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പപ്പയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പെൺകുട്ടികളെ ഭാരമായി കരുതുന്ന കാലമൊക്കെ മാറിയില്ലേ. കളിയൂഞ്ഞാൽ, മയിൽപീലിക്കാവ്, മധുരം നൊമ്പരക്കാറ്റ്, പ്രിയം തുടങ്ങി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ബാലതാരമാണ് മഞ്ജിമ മോഹൻ. കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ല, അതാ ചേച്ചി പോവാൻ പോയത്. 2001 പുറത്തിറങ്ങിയ സുന്ദരപുരുഷൻ എന്ന സിനിമയിലാണ് ബാലതാരമായി അവസാനമായി അഭിനയിച്ചത്. പിന്നീട് 2015 ജി പ്രജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രമായ ഒരു വടക്കൻ സെൽഫി എന്ന സിനിമയിൽ നായിക കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് മടങ്ങി വരുന്നത്. പിന്നീട് തമിഴിലും തെലുങ്കിലുമായി 12ഓളം സിനിമകളിൽ മഞ്ജിമ അഭിനയിച്ചു. ഒരുപാട് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച നടിയാണ് സനുഷ സന്തോഷ്. 1998 പുറത്തിറങ്ങിയ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ബാലതാരമായി അഭിനയിക്കുന്നത്. പിന്നീട് ദാദാ സാഹിബ്, സായ്വർ തിരുമേനി, കരിമാടിക്കുട്ടൻ, ഈ പറക്കുംതളിക, മേഘമൽഹാർ, മീശ മാധവൻ, കാഴ്ച തുടങ്ങി ഒരുപാട് സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ 2012 പുറത്തിറങ്ങിയ ദിലീപ് ചിത്രമായ മിസ്റ്റർ മരുമകനിലൂടെയാണ് സനുഷ സന്തോഷ് നായികയായി എത്തുന്നത്. അങ്ങനെ ബാലതാരമായി എത്തിയ സനുഷ നായികയുമായി. സായ് കുമാർ 1989 സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നായകനായി സിനിമയിലെത്തുന്നത്. എന്നാൽ 1977 പുറത്തിറങ്ങിയ വിടരുന്ന മൊട്ടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് സായ് കുമാർ ബാലതാരമായി സിനിമയിലെത്തുന്നത്. പിന്നീട് 1981 കഥയറിയാതെ, 82 ഇതും ഒരു ജീവിതം എന്നീ സിനിമകളിൽ കൂടി ബാലതാരമായി അഭിനയിച്ചിരുന്നു. ഞാൻ എന്നും കാണുന്നതല്ലേ, എല്ലാവരും ഉണ്ണാൻ പോയി കഴിയുമ്പോൾ. എന്നാൽ നമ്മുടെ സായ് കുമാർ 1950 കാലഘട്ടം മുതൽ 86 വരെ മലയാള സിനിമയിൽ സജീവമായിരുന്ന സൂപ്പർ താരമായിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ കൂടിയാണ്. എന്നാൽ പിന്നീട് തന്റെ കഴിവ് കൊണ്ടും അഭിനയ മികവ് കൊണ്ടും മലയാള സിനിമയിൽ നായകനായും വില്ലനായും ക്യാരക്ടർ റോളിലും ഇന്നും സൂപ്പർ താരമായി നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ വിനയന്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായി 2002 പുറത്തിറങ്ങിയ ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇന്ദ്രജിത്ത് ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ ഇന്ദ്രജിത്ത് ആദ്യമായി അഭിനയിക്കുന്നത് ബാലതാരമായിട്ടാണ്. 1986 പുറത്തിറങ്ങി മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിച്ച പടയണി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. നിന്റെ പഴയ കളിക്കൂട്ടുകാരൻ രമേശ്. ഞാൻ രമേശ്. കുഞ്ഞിന്റെ പേരെന്താ? രമേശ്. എന്റെ പേര് സുധാകരൻ, ഇത് രാജു. ഞാൻ രമേശ്. ഇന്ദ്രജിത്ത് ബാലതാരമായി അഭിനയിച്ച ഈ സിനിമ നിർമ്മിച്ചത് മലയാളത്തിലെ ഒരു കാലത്തെ സൂപ്പർ താരവും പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അച്ഛൻ കൂടിയായ സുകുമാരനായിരുന്നു. 1973 മുതൽ 1997 വരെ മലയാള സിനിമയിൽ സജീവമായിരുന്നു സുകുമാരൻ.
ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന സിനിമയ്ക്ക് ശേഷം ഇന്ദ്രജിത്ത് വില്ലൻ വേഷങ്ങളിലും നായകനായും പിന്നീട് മലയാള സിനിമയിൽ സൂപ്പർ താരമാവുകയായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ഫാസിലിന്റെ സംവിധാനത്തിൽ 1997 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അനിയത്തി പ്രാവിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ 1981 പുറത്തിറങ്ങിയ ഫാസിലിന്റെ രണ്ടാമത്തെ ചിത്രമായ ധന്യ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ ഒരു ബാലതാരമായി അഭിനയിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ആ വീഡിയോ ക്ലിപ്പ് ഇന്ന് ലഭ്യമല്ല. ധന്യ എന്ന ചിത്രം നിർമ്മിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബന്റെ കുടുംബം തന്നെയായിരുന്നു. വർഷങ്ങളുടെ സിനിമാ പാരമ്പര്യമുള്ള കുടുംബമാണ് കുഞ്ചാക്കോ ബോബന്റേത്. ഉദയ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വർഷങ്ങളോളം നിരവധി സിനിമകൾ ഇവരുടെ കുടുംബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നവോദയ അപ്പച്ചൻ കുഞ്ചാക്കോ, ബോബൻ കുഞ്ചാക്കോ തുടങ്ങി കുഞ്ചാക്കോ ബോബന്റെ കുടുംബത്തിൽ നിന്നും നിരവധി പേരായിരുന്നു സിനിമാ രംഗത്തുണ്ടായത്. എന്നാൽ അനിയത്തി പ്രാവിലൂടെ നായകനായെത്തിയ കുഞ്ചാക്കോ ബോബൻ പിന്നീട് മലയാളത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള താരമായി മാറുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സിനിമാ നിർമ്മാണ രംഗത്തും സജീവമാണ്. ഫഹദ് ഫാസിൽ 2002 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെയാണ് ഫഹദ് ഫാസിൽ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ 1992 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായെത്തി സൂപ്പർ ഹിറ്റായ പാപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ ഒരു രംഗത്തിൽ നമ്മുടെ ഫഹദ് ഫാസിലിനെ ബാലതാരമായി നമുക്ക് കാണാം. ഈ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത മലയാളത്തിലെ സൂപ്പർ ഡയറക്ടറായ ഫാസിലിന്റെ മകനാണ് ഫഹദ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. മലയാളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ നിരവധി സൂപ്പർ താരങ്ങൾക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ സിനിമകളും ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ തൻ്റെ മകനെ 2002 കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് നായകനെ ഇറക്കുകയായിരുന്നു. എന്നാൽ ആ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ നിന്നും ഫഹദ് ഫാസിൽ മാറി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് ഫഹദ് നടത്തിയത്. പിന്നീട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ സൂപ്പർ താരവും ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടനുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ മലയാളികൾ കണ്ടത്. കാളിദാസ് ജയറാം 2018 പുറത്തിറങ്ങിയ പൂമരം എന്ന ചിത്രത്തിലൂടെയാണ് കാളിദാസ് ജയറാം നായകനായി മലയാള സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് കാളിദാസ് ജയറാം. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലാണ് കാളിദാസ് ജയറാം ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് 2002 പുറത്തിറങ്ങിയ ജയറാം ചിത്രമായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ കാളിദാസ് ജയറാമിനെ ഒരു പാസിംഗ് സീനിൽ കാണാം. പിന്നീട് അഭിനയിച്ചത് സിബി മലയാളിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയായിരുന്നു. ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും കാളിദാസിന് ലഭിച്ചിരുന്നു. ജയറാം സിനിമകളിൽ മാത്രമായിരുന്നു കാളിദാസ് ആദ്യകാലങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിരുന്നത്. മലയാള താരം ജയറാമിൻ്റെയും മലയാളത്തിലെ ഒരു കാലത്തെ നായികയായിരുന്ന പാർവതിയുടെയും മകനാണ് നമ്മുടെ കാളിദാസ് എന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. കീർത്തി സുരേഷ് 2013 പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെയാണ് കീർത്തി സുരേഷിനെ നായികയായി നമ്മൾ കാണുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് നിരവധി സിനിമകളിൽ കീർത്തി സുരേഷ് ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രമായ പൈലറ്റ്സിൽ നമുക്ക് കീർത്തിയെ കാണാം. അതുപോലെ 2001 പുറത്തിറങ്ങിയ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന സിനിമയിലും കീർത്തി സുരേഷ് ഉണ്ട്. കൂടാതെ 2002 പുറത്തിറങ്ങിയ ദിലീപിന്റെ കോമഡി ചിത്രമായ കുബേരനിലും കീർത്തി സുരേഷിനെ ഒരു പ്രധാന കഥാപാത്രമായി നമുക്ക് കാണാം. മലയാളത്തിലെ പ്രശസ്തനായ സിനിമാ നിർമ്മാതാവ് സുരേഷിൻ്റെയും ഒരു കാലത്ത് മലയാളത്തിലെ പ്രമുഖ നായികയായിരുന്ന മേനകയുടെയും മകളാണ് കീർത്തി സുരേഷ്. അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിലേക്ക് ബാലതാരമായി എത്താൻ എളുപ്പമായിരുന്നു. പ്രണവ് മോഹൻലാൽ ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് ആദ്യമായി നായകനായി എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് 2002 പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രണവ്. ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ബാല്യകാലം അവതരിപ്പിച്ചത് പ്രണവ് മോഹൻലാൽ ആയിരുന്നു. അതുകൂടാതെ 2002 തന്നെ പുറത്തിറങ്ങിയ പുനർജനി എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും പ്രണവ് മോഹൻലാൽ നേടിയിരുന്നു. അദ്വൈത് ജയസൂര്യ 2014 പുറത്തിറങ്ങി ജയസൂര്യ, അജു വർഗീസ്, നെടുമുടി വേണു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന സിനിമയിലൂടെയാണ് നടൻ ജയസൂര്യയുടെ മകനായ അദ്വൈത് സിനിമയിലേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിൽ ജയസൂര്യ അവതരിപ്പിച്ച ലാൽ എന്ന കഥാപാത്രത്തിന്റെ കുട്ടിക്കാലമായിരുന്നു മകൻ ഈ സിനിമയിൽ ചെയ്തത്. രുദ്രാക്ഷ് സുധീഷ്
2016 പുറത്തിറങ്ങിയ കൊച്ചവ പൗലോ അയ്യപ്പ പൗലോ എന്ന കുഞ്ചാക്കോപ്പൻ സിനിമയിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാസ്റ്റർ രുദ്രാക്ഷ് ആയിരുന്നു. മലയാളത്തിലെ അറിയപ്പെടുന്ന നടൻ സുധീഷിൻ്റെ മകനാണ് രുദ്രാക്ഷ്. ഇത്തരത്തിൽ സിനിമയിൽ വന്ന ബാലതാരങ്ങൾക്ക് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിൽ ആദ്യ സിനിമ മാത്രമേ ലഭിക്കുകയുള്ളൂ. പിന്നീട് അവരുടെ കഴിവ് കൊണ്ടും പരിശ്രമം കൊണ്ടും അഭിനയ പാടവം കൊണ്ടും ശ്രമം കൊണ്ടൊക്കെയാണ് അവർ നിരവധി സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഇന്നും മലയാള സിനിമയിൽ താരങ്ങളായി നിലനിൽക്കുന്നത്. ഇവരെല്ലാവരും തന്നെ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളെ സംഭാവന ചെയ്തവരാണ്. ഇവരുടെ കഴിവിന് പുറത്തു തന്നെയാണ് ഇവർ ഇന്നും സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ആദ്യ സിനിമ ലഭിക്കാൻ ഇവർക്ക് എളുപ്പമായിരുന്നു എന്നതാണ്. ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു താരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പഴയ കാലത്ത് ബാലതാരങ്ങളായി വന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.